മരുന്നുകൾക്കിനി അമിതവില നൽകേണ്ട. പാഞ്ഞാൾ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 50% വരെ വിലക്കുറവ്. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10 മുതൽ 15% വരെ കിഴിവ് വേറെയുമുണ്ട്. കൂടാതെ മരുന്നുകൾ ഞങ്ങൾ സൗജന്യമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കുകയും ചെയ്യുന്നു. പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് BAMS MBBS എല്ലാ ദിവസവും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ ഇവിടെ പരിശോധിക്കുന്നു. മികച്ച വിലക്കുറവിനും വിദഗ്ധ ചികിത്സയ്ക്കുമായി ഇന്ന് തന്നെ ന്യൂ നന്മ മെഡിക്കൽസിലെത്തുക. വിളിക്കൂ 9400444303 9447644424. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ കേരള രാഷ്ട്രീയത്തിലെ അപൂർവമായ ഒരു കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. മുന്നണികൾ 3-ൽ ഞങ്ങളുണ്ട് മുന്നിൽ എന്ന മുദ്രാവാക്യത്തോടെ 3 പേരും ഒരു കുടുംബക്കാർ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് കേരള രാഷ്ട്രീയത്തിലെ തന്നെ അപൂർവമായൊരു കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. LDF, NDA, UDF എന്നീ 3 പ്രധാന മുന്നണികൾക്ക് വേണ്ടി ഒരേ കുടുംബത്തിലെ 3 വനിതകൾ പരസ്പരം മത്സരിക്കുന്നു എന്നതാണ് ഈ വാർഡിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി രേണുക വടക്കേപ്പാട്ടും LDF സ്ഥാനാർത്ഥിയായി ഗിരിജ വടക്കേപ്പാട്ടും NDA സ്ഥാനാർത്ഥിയായി ജയശ്രീ വടക്കേപ്പാട്ടുമാണ് പോരാട്ടത്തിനിറങ്ങുന്നത്. LDF ഭരണകാലത്ത് വികസനമെത്താത്ത വാർഡിൽ വികസനം കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്ന് UDF സ്ഥാനാർത്ഥി രേണുക പറഞ്ഞു. 12ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് UDFന്റെ. പിന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് 3 സ്ഥാനാർത്ഥികളും വരുന്നത്. അപ്പോൾ കുടുംബപരമായിട്ടൊന്നും ഞങ്ങൾ എല്ലാവരും ഒരേ ഇതിലാണ്. പിന്നെ രാഷ്ട്രീയപരമായിട്ടാണ് ഞങ്ങൾ ഒന്ന് പൊരുത്തുന്നുള്ളൂ. എന്തായാലും ഇനിയൊരു UDFന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ പഞ്ചായത്തിലേക്ക് വരണം എന്നാണ് വിചാരിക്കുന്നത്. അതിപ്പോൾ എന്തായാലും UDF തന്നെ ആയിരിക്കും ഈ ഭരണം കാഴ്ചവെക്കുന്നുണ്ടാവുക. അതിലൊരു ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ പാർട്ടിയിൽ വന്നിട്ട് ഇപ്പോൾ പറയുക ഞാൻ ഒരു 3 ടൈമായി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സൊസൈറ്റിയുടെ ഇതിൽ ബോർഡ് മെമ്പറായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒരു ജനങ്ങളിൽ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എന്തായാലും സ്ഥാനാർത്ഥിയിൽ നിന്നുകൊണ്ട് ജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. വികസന തുടർച്ചയ്ക്ക് ഒരു വോട്ട് എന്നതാണ് ഗിരിജയുടെ മുദ്രാവാക്യം. വിജയിച്ചാൽ എന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും ഗിരിജ പറഞ്ഞു. ഞാൻ പാഞ്ഞാൾ പഞ്ചായത്ത് 12ാം വാർഡിലെ LDFന്റെ സ്ഥാനാർത്ഥിയെ നിൽക്കുന്ന ഗിരിജ NV ആണ്. എനിക്ക് ഇവിടെ എൻ്റെ തറവാടാണ് ഇവിടെ. എനിക്ക് എതിർ സ്ഥാനത്തിൽ മത്സരിക്കുന്നതും എൻ്റെ ചേച്ചിയുടെ മക്കൾ 2 പേരാണ്. ഞങ്ങൾ കുടുംബത്തിൽ നല്ല ഐതിഹ്യത്തോടെ തന്നെയാണ് ഐക്യത്തോടെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പുറത്താണ് ഞങ്ങൾക്ക് മത്സരമുള്ളൂ. ഞങ്ങൾക്ക് മത്സരം പുറത്താണുള്ളൂ. ഉള്ളിൽ ജനങ്ങൾ വിചാരിക്കുന്നമാരൊന്നും നമുക്ക് ഒരു ഇതില്ല. ഞാൻ LDFന് ജയിച്ചു വന്നാൽ പഞ്ചായത്ത് 12ാം വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേസമയം UDFും LDFും മാറി മാറി ഭരിച്ചിട്ടും പാഞ്ഞാൾ പഞ്ചായത്തിലും തന്റെ വാർഡിലും വികസനം എത്തിയില്ലെന്നും മാറ്റത്തിന് വേണ്ടി തന്നെ വിജയിപ്പിക്കണമെന്നും ജയശ്രീ പറഞ്ഞു. ഞാൻ ജയശ്രീ, പാഞ്ഞാൾ പഞ്ചായത്തിൽ നിന്ന് 12ാം വാർഡില് BJP സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെയാണ് LDFന്റെയും UDFന്റെയും സ്ഥാനത്തുള്ള ഒന്ന് അനിയത്തിയാണ്, ഒന്ന് മേമയാണ്. അത് BJP നല്ല പ്രവർത്തനം, BJPയിൽ നല്ല പ്രവർത്തനം വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇപ്പോൾ BJP സ്ഥാനാർത്ഥി നിന്നിരിക്കുന്നത്. അതിലെല്ലാവരും വിജയിപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൊതുവെ കുടുംബാംഗങ്ങൾ വിവിധ പാർട്ടികളോട് അനുഭാവം പുലർത്താറുണ്ടെങ്കിലും ഒരേ തിരഞ്ഞെടുപ്പിൽ ഒരേ വാർഡിൽ 3 പ്രധാന മുന്നണികളുടെ ബാനറിൽ ഒരു കുടുംബത്തിലെ 3 പേർ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ അപൂർവമായിരിക്കും. മുൻപ് 16 വാർഡുകൾ ഉണ്ടായിരുന്ന പാഞ്ഞാൾ പഞ്ചായത്ത് ഇപ്പോൾ 18 വാർഡുകളായി വിഭജിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടമാണ് 12ാം വാർഡിൽ പ്രതീക്ഷിക്കുന്നത്. ആർദ്രമായ കുടുംബ ബന്ധങ്ങൾ മാറ്റിവെച്ച് രാഷ്ട്രീയ നിലപാടുകൾക്ക് പ്രാധാന്യം നൽകി മത്സരിക്കുന്ന ഈ സ്ഥാനാർത്ഥികളുടെ വാശിയേറിയ പോരാട്ടം പാഞ്ഞാൾ പഞ്ചായത്തിൽ മാത്രമല്ല ചേലക്കര നിയോജക മണ്ഡലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഈ കൗതുകകരമായ മത്സരം സ്വന്തം വീട്ടിലെ വോട്ടുകൾ പോലും ആർക്ക് ലഭിക്കുമെന്ന ചോദ്യം ബാക്കിവെച്ചും ആരു തന്നെ ജയിച്ചാലും വടക്കേപ്പാട്ട് കുടുംബത്തിലെ ഒരംഗമായിരിക്കും 12ാം വാർഡിനെ പ്രതിനിധീകരിക്കുകയെന്ന് ഉറപ്പിച്ചു മുന്നേറുകയാണ് മൂവരും. മാധ്യമപ്രവർത്തകരായ സുമേഷ് അരയംപറമ്പിലിനും വിബിക്സ് കുര്യാക്കോസിനുമൊപ്പം ടീം CCV.